അതേസമയം ടൗൺഷിപ്പിലെ വീടുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക പരിശോധന നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിൽ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി. പരിശോധനയിൽ 2 വീടുകളിൽ വെള്ളം കിണിഞ്ഞത് കണ്ടെത്തി. അവിടെയാണ് എഞ്ചിനീയർമാർ മാർക്ക് ചെയ്തത്. അതിനെ വിള്ളലായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ നിലയിൽ നമ്മുടെ വീടുകളൊന്നും നിർമ്മിക്കുമ്പോൾ കാണാത്ത വിധത്തിലൊരു വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തണം എന്ന് നിശ്ചയിച്ചത് ഋതുക്കളില്ലാത്ത വിധം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയായിരുന്നു. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയ സ്ഥലത്ത് ടെറസിൽ നിന്ന് തന്നെ വെള്ളം ഏതെങ്കിലും വിധത്തിൽ ലീക്കായി താഴത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കണ്ടാൽ അത് നോട്ട് ചെയ്ത് അതിന് മുകളിലുള്ള ടെറസിന്റെ ഭാഗത്ത് സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തും. എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തി അത് ഏതെങ്കിലും വിധത്തിൽ വെള്ളം ലീക്ക് ചെയ്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ വെള്ളം കെട്ടി 24 മണിക്കൂർ നിർത്തും. വെള്ളം തിരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ വീണ്ടും അവിടെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിന് പോലും നടത്തുന്ന വിധത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ടും അതിൻ്റെ മുകളിൽ 2 മുതൽ 7 സെന്റിമീറ്റർ വരെ കനത്തിൽ സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. പിന്നീട് ഒരു ചോർച്ചയും ബലക്ഷണവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ചൂരൽമല ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വീണ്ടും ഒരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ മന്ത്രി കെ രാജന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അതായത് ഈ ഒരു ചോർച്ച കണ്ടെത്തുകയും, അതായത് ടൗൺഷിപ്പിലെ ഒരു വീടിന് വിള്ളലുണ്ടെന്ന ഒരു വാർത്തയായിരുന്നു ആദ്യം വന്നത്. പക്ഷേ അത് വിള്ളലല്ല, ചെറിയ രീതിയിലുള്ള ചോർച്ചയായിരുന്നു. വാട്ടർ പോണ്ടിംഗ് അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തിയ സമയത്തുണ്ടായിരുന്ന ഒരു ഭാഗം, അതായത് ചോർച്ച കണ്ട ഭാഗം പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതായിരുന്നു എന്നാണ് മന്ത്രി കെ രാജൻ അവിടേക്ക് എത്തുകയും ഫർണിച്ചറിന് മുകളിൽ കയറിയിരുന്ന അത് മായ്ച്ചുകൊണ്ട് തന്നെയായിരുന്നു ദൃശ്യങ്ങളിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചോർച്ചയാണ്, പല വീടുകൾക്കും ചോർച്ച നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള. പക്ഷേ അതെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് മന്ത്രി കെ രാജൻ ഇന്ന് നടത്തിയത്. അതായത് എന്ത് തരം ചോർച്ചയുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ നടത്തിയ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റുകളിൽ 2 വീടുകൾക്ക് ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് വിധേനയും പരിഹരിച്ചുകൊണ്ട് മാത്രമായിരിക്കും വീടുകൾ കൈമാറുക. എന്ത് അറ്റകുറ്റപ്പണികൾ വേണമെങ്കിലും, അതായത് എന്ത് തകരാറുണ്ടെങ്കിൽ പോലും അത് പരിഹരിച്ച് നൽകാനുള്ള രീതിയിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് വയനാട് നിവാസികൾക്ക്, അതായത് ഈ ഒരു ദുരന്ത ബാധിതർക്കടക്കം നൽകിയ ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ, ഈ നൗഫൽ എന്നൊരാളുടെ വീട്ടിലായിരുന്നു ഈ ഒരു ചോർച്ചയടക്കം കണ്ടെത്തിയത്. അദ്ദേഹത്തെ അടക്കം ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു പ്രതിരോധം സൃഷ്ടിച്ചത്. എന്ത് തന്നെയായാലും ഒരു സ്വപ്ന പദ്ധതി തെരഞ്ഞെടുപ്പിലും മറ്റും വലിയ രീതിയിൽ PR വർക്കിനുമൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഉപയോഗിച്ചൊരു വസ്തുതയാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു പുനരധിവാസം കേരളത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമേന്മ ഒട്ടും കുറയാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ വരുന്ന വിവാദങ്ങൾക്ക് കൃത്യമായി പ്രതിരോധം തീർക്കുക എന്നതിന്റെ ഭാഗമായിരുന്നു ഇന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.